ഹലോ. അപ്പം നിങ്ങൾ ഓർക്കും എനിക്ക് എന്നും ഈ കാറിയുള്ള കറക്കം മാത്രമേ ഉള്ളൂ എന്ന് പരിപാടിയില്ലേ. പക്ഷെ ഇന്നത്തെ കറക്കത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഞങ്ങളുടെ മാളൂട്ടിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. മാളൂട്ടി ആരാന്നല്ലേ, ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ മാളൂട്ടി. ഇവർ രണ്ടുപേരും പാത്തും മോളും തമ്മിൽ 15 ദിവസത്തെ വ്യത്യാസമുള്ളൂ കേട്ടോ. അവളെ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് പാത്തുവിന് ഞാൻ പെയിനായിട്ട് പോകുന്നത്. പക്ഷേ അതിന് ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നില്ലേ. 15 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ പാത്തുണ്ടായത്. അങ്ങനെ 15 ദിവസം വ്യത്യാസമുള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടതേ മോൾക്കുള്ള ഊഞ്ഞാൽ മേടിച്ചു. നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഗിഫ്റ്റൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ ഗിഫ്റ്റൊന്നും മേടിക്കാൻ നമ്മൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല കേസ്. ഉള്ളപ്പോൾ എന്തായാലും മേടിച്ചു കൊടുക്കും. അപ്പോൾ ഊഞ്ഞാൽ മേടിച്ച് കഴിഞ്ഞ് ഉടുപ്പ് മേടിക്കാൻ വേണ്ടി കയറിയിട്ട് ഇക്ക എന്നെ കടയിൽ ഇറക്കിയിട്ട് പിള്ളേരെ സ്കൂളിലാക്കാൻ പോയി. ഇപ്പം എൻ്റെ അടുത്ത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഉടുപ്പുകളൊന്നും ഇപ്പോൾ പിള്ളേർ ആരും ഇടത്തില്ല കേട്ടോ. പാത്തുവിന് 3 4 ഉണ്ട്. പക്ഷേ അങ്ങനത്തെ പാത്തു ഇടത്തേ ഇല്ല. ഒരു തവണ ഞാൻ കൊതി തോന്നി ഇട്ട് കൊടുത്തേ, പക്ഷേ ഇല്ല. പിന്നെ ചേച്ചി ഒത്തിരി വലിച്ചിട്ടുണ്ടല്ലോ ഓർത്ത് ചേച്ചിയോട് ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി ഇങ്ങനത്തെ വേണ്ടാർപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനിയും തുണി എല്ലാം കൂടെ വലിച്ചിങ്ങനെ ചേച്ചി എന്നെ കൊണ്ട് മടക്കിപ്പിച്ചിട്ടാണ് വിടത്തുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അത് എസ്കേപ്പായി. അപ്പോൾ അടുത്ത കടയാണ് കളേഴ്സ്. അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടിപൊളി കളക്ഷനാട്ടോ. പിള്ളേർക്കുള്ളതും വലിയവർക്കുള്ള എല്ലാം ഉണ്ട്. സൂപ്പർ കളക്ഷൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിൽ കയറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് തുണി വലിച്ചിട്ടിട്ട് കിട്ടിയതാണ്. ഇക്കാക്ക് ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഇക്കാക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അവരെ കൊണ്ട് സകലതും വലിച്ച് വാരിയിടിച്ചു. ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്കുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനുള്ള വീട്ടിൽ ഇടുന്ന ഡ്രസ്സും പിന്നെ നല്ല ഉടുപ്പും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. മറ്റേത് വീട്ടിൽ ഇടുന്ന ഡ്രസ്സും പിന്നെ ആ കാണുന്ന ഉടുപ്പാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പാത്തുവിന് അതിൻ്റെ ചെറുത് നോക്കിയേ, പക്ഷേ അതിൻ്റെ ചെറുതില്ല. പിന്നെ 1.5 വയസ്സെന്നും പറഞ്ഞാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. ഇന്നാണ് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ 1.5 വയസ്സെന്നും പറഞ്ഞാണ് എടുത്തത്. എടുക്കുമ്പോൾ ഇച്ചിരി വലുത് എടുക്കണ്ടേ. അപ്പം ഞങ്ങളിത് അവരങ്ങോട്ട് കയറി പോകട്ടെ. അവിടെ ചെന്ന് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞിനൊക്കെ വയ്യാണ്ടിരിക്കുമായിരുന്നു, ജലദോഷം പനിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാട്ടോ ഇറങ്ങിയത്. കുഞ്ഞുപെണ്ണിന് ഒരു ദിവസം എന്തായാലും ഞാൻ കാണിക്കാവേ. വയ്യാതും കൂടി ഇരിക്കണം. അതാ ഞാൻ പിന്നെ ക്യാമറ ഒന്ന് ഓണാക്കഞ്ഞു. കുഞ്ഞിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പം ഇനി 15 ദിവസം കഴിഞ്ഞാൽ പാത്തുവിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അന്നേരം അറിയത്തില്ല നമുക്ക് എങ്ങനെ ആഘോഷിക്കാൻ പറ്റുമോ എന്നറിയാം കേട്ടോ. അതിന് സമയമുണ്ടല്ലോ ഇനിയും അല്ലേ. അപ്പോൾ അതേ ഞങ്ങൾ ബിരിയാണിക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. വീട്ടിൽ ഇടയ്ക്കിരിക്കുമ്പോൾ ഇക്കാക്ക് ഇടയ്ക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന കൊതി വരാറുണ്ട്. ഇക്കാക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കൊതി വരുമ്പോൾ എനിക്ക് അടുക്കളയിൽ പണി വരും ഗൈസ്. വേറൊന്നുമല്ല, പാത്രം കഴുകി ഊപ്പാടിളകും. ആണുങ്ങൾ അടുക്കളയിൽ കയറി അറിയാലോ. നമ്മളയച്ചാലോ ഒരേ തഞ്ചത്തിന് പാത്രമൊക്കെ എടുത്തും പെറുക്കിയും കഴുകിയൊക്കെ എടുക്കും. പക്ഷേ ഇവരങ്ങനെയല്ലല്ലോ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അതിന് വലിയ സന്തോഷം. അടുക്കളയിലൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ പാത്തുമ്മ ഉറക്കം കൊണ്ട് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ അടുത്ത ഇതിലിടാം കേട്ടോ. നമുക്കെല്ലാം കൂടി ഇതിനകത്ത് ചേരത്തില്ല. അപ്പോൾ പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ബൈ ടാറ്റാ.